ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ ഈ ചക്കൊക്കെ ഇട്ടിട്ടുള്ള കുറേ റിപ്പോർട്ടുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരി. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ ഒരു യൂണിറ്റാണ് ജീവ ഗുരുവായൂർ. ജീവ ഗുരുവായൂർ ഏതാണ്ട് 25 വർഷക്കാലമായിട്ട് ഗുരുവായൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഒപ്പം പ്രകൃതി ആരോഗ്യ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും ജൂലൈ മാസം അതായത് ജലയാത്ര മാസമായിട്ട് ആഘോഷിക്കാറുണ്ട്. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചാവക്കാട് നിന്ന് ആരംഭിച്ച് പൊന്നാനിയിലേക്ക് ഒരു വഞ്ചിയാത്ര നടത്തുന്നത്. എന്തുകൊണ്ടാണ് വഞ്ചിയാത്ര നടത്തുന്നത് ചോദിച്ചാൽ ജലയാത്രയെ പ്രോത്സാഹിപ്പിക്കുക, ആളുകൾക്ക് ജലയാത്ര ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുക. ഒപ്പം ഈ കനോലി കനാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വെട്ടിയുണ്ടാക്കിയിട്ടുള്ളൊരു പുഴയാണ്. അത് മനുഷ്യർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാവും. മറ്റ് പുഴകൾ അങ്ങനെയല്ല. മറ്റ് പുഴകൾ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അവിടെ മനുഷ്യൻ കയറിയാൽ ആ പുഴ നശിക്കും. ഇവിടെ മനുഷ്യൻ കയറാതിരുന്നാൽ ഈ പുഴ നശിക്കും. അതുകൊണ്ട് ഈ പുഴ നശിക്കാതിരിക്കണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. ഉപയോഗിക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലയാത്ര തന്നെയാണ്. ഈ ജലയാത്ര നടത്തിക്കൊണ്ടിരിക്കെ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തോ അധികാരികളോ മറ്റ് ആരൊക്കെയാണോ അവരൊക്കെ അതിനുവേണ്ടി സഹകരിച്ചുകൊണ്ട് ഈ പുഴയെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ജീവ ഗുരുവായൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ജലയാത്ര നടത്തുന്നത്. ഈ പനന്തറയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആവേശമാണ് ഉണ്ടായിട്ടുള്ളത്. കുറേ ആളുകൾ ഞങ്ങളെ കാണാൻ വരികയും പനന്തറയിലുള്ളവർ ഞങ്ങളോട് ഇതിനുവേണ്ടി എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യാൻ ഞങ്ങളെ ദിവാകരൻ പനന്തറ അദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളോട് ഇവിടെ എപ്പോഴെത്തും എന്ന് ചോദിച്ചതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ വീട്ടിൽ പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ വഞ്ചിയിൽ തന്നെ ഉണ്ടാക്കുക. എങ്കിലും അതിന് വെള്ളവും മറ്റ് വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ഈ അതാത് സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വാങ്ങി. ഇനി അടുത്തത് അണ്ടത്തോട് അല്ലേ? ഇനി അണ്ടത്തോടാണ് അടുത്ത ക്ലബിൻ്റെ ഒരു അഭിവാദ്യങ്ങളുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പുഴ നമ്മുടെയാണ്, ഈ കനോലി കനാൽ. ഇത് മലിനമാവാതെ സംരക്ഷിക്കേണ്ടത് ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരുടെയും ഈ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യമാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഈ പുഴ കൈമാറണം.